അഡോബി ഇല്ലുസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിലെ ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിലുള്ള എല്ലാ വീഡിയോസും കണ്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊരു നല്ലൊരു പോസ്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമുക്കപ്പോൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കൊരു പോസ്റ്റ് ഡിസൈൻ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു 1080 × 1080 പിക്സലിൻ്റെ ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ഒരു ആർട്ട് ബോർഡ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ റെക്റ്റാങ്കിൾ ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോളിഗൺ ടൂൾ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ സ്ട്രോക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ സ്വാപ്പ് ചെയ്യാനായിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ സ്ട്രോക്കിന് നൺ കൊടുക്കുന്നു. ഇനി ഞാൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പോളിഗൺ ടൂളിൽ നമുക്ക് എത്ര സൈഡ്സ് പോളിഗണ് വേണമെന്ന് ചോദിക്കും. ഞാൻ 6 എന്ന് ഇവിടെ ഓൾറെഡി 6 ഉണ്ട്, അപ്പോൾ ഞാനത് മാറ്റുന്നില്ല. എനിക്ക് വേണ്ടത് 6 സൈഡ്സ് തന്നെയാണ്. അപ്പോൾ റേഡിയസ് നമ്മൾ നോക്കണ്ട, അതതിൻ്റെ വലിപ്പമാണ്, നമുക്കതല്ലാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനത് ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ വലുതാക്കിയിട്ട് മൂട്ടൂൾ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുന്നു. ഞാൻ സൂം ഔട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെടുക്കുന്നു. ഒന്ന് ശകലം ചെറുതാക്കി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാം. ഇതിങ്ങോട്ടൊന്ന് മൂവ് ചെയ്യാം. ഇനി ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇതുവരെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇനി ഞാൻ ഇവിടെ കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത കുറച്ച് കളേഴ്സാണ്. അപ്പോൾ ഈ ഒരു കളേഴ്സ് തന്നെ നിങ്ങൾക്കും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഒരു ഡോക്യുമെൻ്റ് ആക്കി, ഇതിൻ്റെ കളർ കോഡ് ഞാൻ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആക്കി ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന എല്ലാ ഇമേജസും, ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്ന ഇമേജസ്, ഫോൺസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കളേഴ്സിൻ്റെ ഒരു ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇതിന് ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കുക. ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് സെലക്ഷൻ ടൂൾ വെച്ചിട്ട് അതിനെ ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. കൺട്രോൾ ഡി കൊടുക്കുക. എത്ര കോപ്പി വേണമെന്ന് വെച്ചാൽ അത്രയും തവണ കൺട്രോൾ ഡി കൊടുക്കുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഫില്ല് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ തന്ന കോഡ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്രയും കളേഴ്സ് കിട്ടും. ഇനി ഞാൻ തൽക്കാലം ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളിത് സെലക്ട് ചെയ്തിട്ട് ഈ ഫില്ലാണ് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിക്കോണം. ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഗ്രേഡിയൻറ്റിൽ പോയതിന് ശേഷം ഇവിടെ ഫ്രീ ഫോം ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കളർ പിക്കർ ടൂൾ എടുത്തിട്ട് ഞാൻ ഈ ഫസ്റ്റ് കളർ കൊടുക്കുന്നു. ഇതിനെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി കളർ പിക്കർ ടൂൾ എടുക്കേണ്ട, ഓൾറെഡി സെലക്റ്റഡ് ആണ്. സെക്കൻഡ് വൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കൊടുക്കുന്നു. ഇനി ഞാൻ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിലും അത് തന്നെ കൊടുക്കുന്നു. ഫ്രീ ഫോം ഗ്രേഡിയൻ്റ് കൊടുക്കുന്നു. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കളർ പിക്കർ എടുക്കുന്നു. ഈ ഒരു കളർ കൊടുക്കുന്നു. ഇത് ഡബിൾ ക്ലിക്ക് വേണ്ട, സിംഗിൾ ക്ലിക്ക് മതി. ഓൾറെഡി നമ്മൾ കളർ പിക്കർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ കൊടുക്കുന്നു. ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്യുന്നു. ഇത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്യുന്നു. ഇത് കൊടുക്കുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് കൊടുത്തതാണ്. ഇനി ഞാൻ വീണ്ടും സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇത് സെലക്ട് ചെയ്യുന്നു. ഇതിന് നമ്മൾ ഫ്രീ ഫോം ഗ്രേഡിയൻ്റ് കൊടുക്കുന്നു. ഇത് സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കളർ പിക്കർ ടൂൾ എടുത്തിട്ട് ഈ കളർ കൊടുക്കും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇത് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കളർ കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. എനിക്കിതിനെ പുറകോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ+ ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ കുറച്ച് ഇമേജസ് കൊണ്ടുവരാൻ പോവുകയാണ്. അതിന് ഞാൻ ഫയൽ, പ്ലേസ്, ഇവിടെ 2 ഇമേജ് ഉണ്ട്. ഇനി ഞാനിത് രണ്ടും ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം. ഓൾട്ടല്ല, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് രണ്ടിനെയും ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഇമേജസും എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഞാനിതിന് പ്ലേസ് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും.
ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ഇമേജ് ചോദിക്കും, അതും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് തൽക്കാലം ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതിനെ ഏറ്റവും പുറകിലോട്ട് ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. അതിന് ഇത് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക ഇമേജ്, എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഈ ഒരു ക്യാമറയുടെ ലെൻസിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഇവിടെ ഇങ്ങനെ വെച്ചു. ഇനി ഞാൻ ടൈപ്പ് ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഞാനിവിടെ ഒരു ഫോണ്ട് സൈസ് തൽക്കാലം 60 എന്ന് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റീവ് എന്ന് കൊടുക്കുന്നു. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് ഇവിടെ ഞാൻ പോപ്പിൻസ് എക്സ്ട്രാ ബോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഈ ഫോണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോണ്ടിൻ്റെ ഫയലുകളെല്ലാം സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിനെ എടുത്ത് ഇവിടെ വയ്ക്കുന്നു. ഇനി കുറച്ചൊന്ന് വലുതാക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുക്കുന്നു. ഇനി ഞാൻ ഫോണ്ടും ഫില്ലും സ്ട്രോക്കും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. എന്നിട്ട് സ്ട്രോക്ക് ഞാനൊരു വൈറ്റ് കളർ കൊടുക്കുന്നു. ഇനി ഞാനിവിടെ സ്ട്രോക്ക് ഓപ്ഷനിൽ വന്നിട്ട് സ്ട്രോക്കിൻ്റെ ഓപ്ഷൻസിൽ വന്നിട്ട് ഞാൻ 2 പോയിൻ്റ് ആയി കൊടുക്കുന്നു സ്ട്രോക്കിൻ്റെ വെയിറ്റ്. എന്നിട്ട് സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാഷ്ഡ് ലൈൻ എന്നുള്ള സെലക്ട് ചെയ്യുക. ഇതിൽ ഡാഷ് 7 പോയിൻറ്റും അതുപോലെ ഗ്യാപ്പ് 5 പോയിൻറ്റുമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇതിൽ സെൻറ്ററിൽ ഒരു വൈറ്റ് പോർഷനും കൂടെ വേണം. ലോഗോ വയ്ക്കുമ്പോൾ ഒന്ന് വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് സെലക്ട് ചെയ്ത് ഫില്ലാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഗ്രേഡിയൻറ്റ് ടൂൾ എടുത്ത് ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഡിഫോൾട്ടായിട്ട് വൈറ്റ് കളർ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല. വൈറ്റ് കളർ അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് കളറിലോട്ട് ആക്കുക. ഇനി ഞാൻ ഈ കാർഷിൻ്റെ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. ഈ ഒരു ലോഗോയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. ഇനി ഞാൻ ടൈപ്പ് ടൂൾ എടുത്ത് പ്രൊഫഷണൽ ഫോട്ടോഗ്രഫി എന്നെഴുതുന്നു. എന്നിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, കുറച്ചൊന്ന് വലുതാക്കുന്നു. എന്നിട്ട് വൈറ്റ് കളർ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ പ്രൊഫഷണൽ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിന് കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ ഫോണ്ട്, തിക്നെസ് കുറഞ്ഞ ഫോണ്ട് കൊടുക്കാം. റെഗുലർ, പോപ്പിൻസ് റെഗുലർ എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ശകലം കൂടെ ഒന്ന് വലുതാക്കാം. ലോഗോ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാം. ആരോ കീസ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ എലിപ്സ് ടൂൾ എടുത്തിട്ട് ഒരു സർക്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ചിട്ട് അതിൽ ഞാൻ ഒരു ഫില്ല് ജസ്റ്റ് ഇവിടെ കിടക്കുന്ന ഒരു കളർ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ അതിലും ഗ്രേഡിയൻറ്റിൽ പോയിട്ട് ഫ്രീ ഫോം ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ ഞാൻ 3 ഒഴിച്ച് ബാക്കിയെല്ലാം ക്ലിക്ക് ചെയ്ത് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. 3 വെച്ചിട്ടുണ്ട്. 3 ഇങ്ങനെ ഞാൻ വയ്ക്കുന്നു. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് കൊടുക്കുന്നു. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതും ബ്ലാക്ക് കൊടുക്കുന്നു. ഇനി ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കളർ പിക്കർ എടുത്തിട്ട് ഞാൻ ഈ ഒരു കളർ കൊടുക്കുകയാണ്. എന്നിട്ട് ബ്ലാക്ക് കൊടുത്ത രണ്ടും സെലക്ട് ചെയ്ത് ഇവിടെ ഒപ്പാസിറ്റി 15 കൊടുക്കണം. 15 കൊടുത്തു. ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിനൊന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊന്ന് വലുതാക്കാം. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത്രയും നന്നായിട്ടൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇമേജസ് അതുപോലെ തന്നെ ഫോണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതൊരു
നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ നിങ്ങൾ ഈ അസൈൻമെൻറ്റ്സ് എല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിയുന്ന സമയത്ത് നല്ലൊരു പോർട്ട്ഫോളിയോ കൂടെ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് എന്തായാലും നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ഇനി ഇതിനെ സേവ് ചെയ്യാനായിട്ട് ഫയൽ സേവ് ആസ് കൊടുത്തിട്ട് സേവ് ഓൺ യുവർ കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലൊക്കേഷനിൽ അതിന് ഒരു പേരും കൂടെ കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് ആസ് ടൈപ്പ് അഡോബി ഇല്ലുസ്ട്രേറ്റർ എന്ന് കൊടുക്കണം. എന്നാലേ അത് വർക്ക് ഫയൽ നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനൊരു ബോക്സ് വരും, അതിൽ ഓക്കെ കൊടുത്താൽ മതി. ഇനി ഇതിന് നമുക്കൊരു ഇമേജായിട്ട് ഔട്ട്പുട്ട് ഫയലായിട്ട് എടുക്കാനായിട്ട് ഫയൽ എക്സ്പോർട്ട് ആസ് കൊടുത്തിട്ട് ഇവിടെ സേവ് ആസ് ടൈപ്പ് JPEG കൊടുക്കുക, ഫയൽ നെയിം എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, എന്നിട്ട് യൂസ് ആർട്ട് ബോർഡ്സ് എന്നുള്ളത് കൊടുക്കുക. നമ്മളിവിടെ ഇതിനെ നമ്മൾ വേണമെങ്കിൽ ക്ലിപ്പിംഗ് മാസ്ക് ഉപയോഗിച്ച് ഈ ചുറ്റുമുള്ളതിനെ മാറ്റിയിട്ട് ഈ ഉള്ളിലുള്ള നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ പോർഷൻ മാത്രം എടുക്കാം. അതിന് പകരം ഞാൻ എക്സ്പോർട്ട് ചെയ്യുമ്പം യൂസ് ആർട്ട് ബോർഡ് എന്ന് കൊടുത്തിട്ട് ഇതിൽ റേഞ്ച് എന്നുള്ളത് 1 എന്ന് കൊടുക്കും. നമുക്ക് ഒരു ആർട്ട് ബോർഡേ ഉള്ളൂ, അപ്പോൾ അത് മാത്രം എക്സ്പോർട്ട് ആവും. നമ്മൾ യൂസ് ആർട്ട് ബോർഡ്സ് എന്നുള്ള കൊടുത്തില്ലെങ്കിൽ ഈ ആർട്ട് ബോർഡിന് വെളിയിലുള്ള ഇത് എല്ലാം കൂടെ എക്സ്പോർട്ട് ആവും. ഞാൻ ഇപ്പോൾ ആർട്ട് ബോർഡ് കൊടുത്തിട്ട് എക്സ്പോർട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇത് നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഇത് RGBയിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. RGB തന്നെ കിടക്കട്ടെ. ഇതിപ്പോൾ RGB അല്ലെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്ത് RGB എന്നുള്ളത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടോ യൂസ് ചെയ്തിട്ടോ ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്ത് നമുക്ക് എലഗൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റി. നിങ്ങളപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും ഡിസൈൻ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങളുടേതായ രീതിയിൽ വേറൊരു ഡിസൈൻ കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.